ഞാൻ മമ്പ്ര പുരുഷോത്തമൻ, കോൺഗ്രസ് ജനപക്ഷ അസംബ്ലി കേരള ചെയർമാൻ. കേരളത്തിൽ ബഹുജനങ്ങൾക്ക് വലിയ പ്രതീക്ഷകളും പ്രത്യാശകളും നൽകി നിലവിൽ വന്ന കേരള ബാങ്ക് റേറ്റിംഗിൽ സി ക്ലാസ് സ്ഥാനത്തേക്ക് പിറകിലോട്ട് പോയിരിക്കുന്നുവെന്ന് വാർത്ത സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭാവിയെപ്പറ്റി ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറെ നിരാശ ഉണ്ടാക്കുന്ന ഒന്നാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവുകയില്ല. ഏത് മാനദണ്ഡം അനുസരിച്ചാണ് ഈ റേറ്റിംഗ് നടന്നിട്ടുള്ളതെന്നോ അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്നോ സാധാരണ ജനങ്ങൾക്ക് അറിയില്ല. കേരള ബാങ്ക് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഭഗീരഥ പ്രയത്നങ്ങളെ എതിരാളികൾ പോലും മാനിക്കുന്നുവെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാനസപുത്രിയാണ് കേരള ബാങ്ക്. എന്നാൽ ബാങ്ക് നിലവിൽ വന്നതിന് ശേഷം സമൂഹത്തിലെ അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും അത്താണിയായി മാറാനുള്ള സാമ്പത്തിക നവീകരണ രീതികളെപ്പറ്റി അത് മറന്നുപോയി എന്നതാണ് ഏറെ ഖേദകരമായ സത്യം. സഹകരണ മേഖലയിലെ പരമ്പരാഗത ബാങ്കിങ്ങിന്റെ പാഠങ്ങൾ മാത്രം പഠിച്ചു വന്ന ബ്യൂറോക്രാറ്റുകളാണ് കേരള ബാങ്കിന്റെ ഇന്നത്തെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമെന്ന് ആരെങ്കിലും സംശയിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി കൊടുമ്പിരിക്കൊണ്ടിരുന്ന ഒരു ദശാസന്ധിയിലാണ് കേരള ബാങ്ക് പറവിയെടുക്കുന്നത്. കാർഷിക, വാണിജ്യ, നിർമ്മാണ, തൊഴിൽ മേഖലകളിൽ തദവസരത്തിൽ സംസ്ഥാനത്ത് സംജാതമായിരുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ കേരള ബാങ്കിനെ എങ്ങനെ ഉപയുക്തമാക്കാമെന്നതിനെപ്പറ്റി എന്തെങ്കിലും പഠനങ്ങൾ നടന്നതായി അറിവില്ല. സൂര്യന് കീഴിലുള്ള സകല കാര്യങ്ങളെപ്പറ്റിയും പഠനവും മന്നവും നടത്താൻ കെൽപ്പുള്ള ബുദ്ധിജീവികളെ കൊണ്ടും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് സമൃദ്ധമായ CPM പാർട്ടിക്കകത്തോ പിണറായി സർക്കാരിനകത്തോ സമ്പത്തിന്റെ അക്ഷയഖനിയെന്ന് വിശേഷിപ്പിക്കാവുന്ന കേരള ബാങ്കിനെ മുൻനിർത്തി ബൃഹത്തായ സാമ്പത്തിക പുനരുൽപാദന ലോണുകൾ ഏർപ്പെടുത്താനോ തദ്വാര ബാങ്കിന്റെയും അവശ്യ വിഭാഗങ്ങളുടെയും നില മെച്ചപ്പെടുത്താനുള്ള പരസ്പര പൂരകമായ യാതൊരുവിധ ശ്രമങ്ങളും നടന്നില്ല എന്നത് വലിയ പോരായ്മ തന്നെയാണ്. വളരെ കാലമായി സെബി, അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, നമ്മുടെ പൊതുമേഖലാ ബാങ്കുകളിൽ നടപ്പിലാക്കാൻ ആവശ്യപ്പെടുന്ന ഒരു ക്രയവിക്രയ രീതിയാണ് ഇൻട്രാഡേ ബാങ്കിംഗ് മെത്തോഡോളജിയും സാക്ഷാ ലോൺ സിസ്റ്റവും. പുതിയ കാലത്ത് ജനങ്ങളുടെ സത്വര സാമ്പത്തിക ആവശ്യങ്ങളെ കണക്കിലെടുത്തും കൊള്ളപ്പലിശക്കാരിൽ നിന്ന് പൊതുജനങ്ങളെ രക്ഷിക്കാനുമുള്ള ഈ മോഡസ് ഓപ്പറാൻഡി അഥവാ പ്രവർത്തന രീതിയാണിത്. ഇത്തരമൊരു പ്രവർത്തന രീതി നടപ്പിലാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് മുൻകൈയെടുത്തിരുന്നുവെങ്കിൽ സംസ്ഥാനത്ത് ഇപ്പോഴും നിലനിൽക്കുന്ന സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് ദരിദ്ര കർഷകരെയും ചെറുകിട കച്ചവടക്കാരെയും നിർമ്മാണ തൊഴിലാളികളെയും മത്സ്യത്തൊഴിലാളികളെയും ഒക്കെ ഒരു പരിധിവരെ രക്ഷിക്കാൻ കേരള ബാങ്കിന് കഴിയുമായിരുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കേരളത്തിൽ എല്ലായിടത്തും ശാഖകളിലുള്ള മഹത്തായ ഒരു ധനകാര്യ സ്ഥാപനം തന്നെയാണ് കേരള ബാങ്ക്. കേരള ബാങ്കിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും ചുരുങ്ങിയത് 2 പേർ വീതമെങ്കിലും പിഗ്മി ഏജന്റുമാരായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്ക് ബിസിനസ് പ്രൊമോട്ടർമാരുടെ അധിക ചുമതല നൽകുകയും തക്കതായ പ്രതിഫലത്തോടുകൂടി ഇൻട്രാഡേ ബാങ്കിങ്ങിലും സാക്ഷ്യ ലോണുകൾ അനുവദിക്കുന്നതിലും ഇവരുടെ പങ്കാളിത്തവും ബഹുജനങ്ങൾക്കിടയിൽ ഇവർക്കുള്ള സ്വാധീന ശക്തിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരള ബാങ്കിന്റെ ബിസിനസ് ഇന്നുള്ളതിന്റെ ഇരട്ടിയെ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. നന്ദി, നമസ്കാരം. സ്നേഹപൂർവ്വം മമ്പ്ര പുരുഷോത്തമൻ, കോൺഗ്രസ് ജനപക്ഷ അസംബ്ലി കേരള ചെയർമാൻ.